നമുക്ക് പുതിയ അതിഥി ആടുജീവിതത്തിന്റെ രണ്ടാം ഭാഗം കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൊച്ചാപ്പിയാണ്, സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ഇന്ത്യൻ ആർമിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്, ജീവിതം ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇപ്പഴാ പഠിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ നമ്മുടെ വെജിറ്റബിൾ ഒക്കെ ഇല്ലേ, അതൊന്നും കിട്ടൂല അവിടെ. ഞാനിപ്പോ ലീവിന് വന്നപ്പോ 10 കിലോമീറ്റർ നടന്ന താഴെ വരും. അപ്പം ചേട്ടനെയാണ് നമ്മൾ കൂട്ടാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഷാരോൺ ഉണ്ട്. നമുക്ക് പുതിയൊരു അതിഥി. ഹായ് പറയടാ. നിന്നെയാ ഞങ്ങൾ മെയിൻ ആളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആരെ കൂട്ടാൻ? റോജറിനെ കൂട്ടാനോ? ഫസ്റ്റ് അവൻ നിന്നെ കാണാൻ വേണ്ടി നിന്നെ വരായിരുന്നു. ചേട്ടനോട് ചേട്ടായി അതിന്റെ സീക്രട്ട് എനിക്കൂടെ പറഞ്ഞു തരുമോ ചേട്ടായി? നമുക്ക് എല്ലാവർക്കും പറഞ്ഞു ചേട്ടായി ചോദിക്കണം. നല്ല കൗണ്ടർ ഉണ്ട് കേട്ടോ അവന്. അവൻ അവിടുന്ന് വരുന്നുണ്ട്. ഞാൻ വീണ്ടും വന്നു ഗൈസ്. റെഡിലേക്ക് അപ്പുറത്ത് എവിടെയോ പോകുന്നത്. ഇത് മറ്റവനല്ലേ? അപ്പുറം കയറി. അവനെ സൈഡിൽ ഇരുത്താൻ പാടില്ല. കുശലം പറയിപ്പിച്ചിട്ട് കേറുന്ന ഇൻട്രോ. ഫുള്ള് ഫാൻസ് ആണ്. ഇതാരാ പേരറിയില്ലേ? വേൾഡ് ഫേമസ് ആയ ആളെ നിനക്ക് അറിയത്തില്ല. ഒരാളെ ഉണ്ടാകുള്ളൂ, നീ മാത്രം. കുട്ടാച്ചൻ ആ ധനേട്ടന്റെ ഒക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം അവിടെ നേരെ കൊണ്ട് അവിടെ നിർത്തി ഞാനും കൊച്ചാപ്പിയും കൂടെ വരാൻ വേണ്ടി നോക്കുമ്പോ ധനേട്ടൻ വിളിക്കുക. അത് കുട്ടാച്ചനല്ലേ? ജോ എന്റെ പോലെ അതാരാ? ഇവര് ലൈൻ ഉണ്ട് കേട്ടോ. കല്യാണം ഉറപ്പിച്ച് വെച്ചോണ്ടിരിക്കുന്ന. നിനക്കില്ലടാ ലൈൻ? എന്താ അതെന്താ പെണ്ണുങ്ങൾ ഇഷ്ടമില്ലാത്ത? നീ സിഗ്മയാണോ? അല്ല പിന്നെന്താ? എല്ലാത്തിനും മറ്റേ സ്കൂളിൽ ലൈൻ നിൽക്കുമ്പോഴൊക്കെ പെണ്ണുങ്ങളെ ആദ്യം ബസ്സിനകത്ത് കയറ്റി വിടും. അത് കഴിഞ്ഞിട്ട് ആണുങ്ങളെ കയറ്റി വിടും. എന്നിട്ട് 10 ലൈനുള്ളവനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ചൊറ. ഇവൻ ചിന്തിച്ചോട്ടോ, അവന്റെ ചിന്ത ഉണ്ടോ? ആദ്യം ആ പെൺപിള്ളേരെ കയറ്റി വിടുന്നത്, അത് കഴിഞ്ഞിട്ട് ആമ്പിള്ളേരെ കയറ്റി വിടുന്നത്. പറയുന്നത് ഈക്വാലിറ്റി പോലും സ്ത്രീകൾക്ക് സീറ്റില്ല. ഞങ്ങള് നിൽക്കുവായിരുന്നു. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാൻ മറ്റേ ഇനി 4ലേക്ക്. 4 കൊച്ചിന് ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുന്നു. പീഡനമല്ലടാ. ഞാൻ മിസ്സുമാരുടെ ഒന്നും കേൾക്കാറില്ല. ഞാൻ മഹാ തരികടയാ. അമ്പോ അതാ രണ്ട് തരികടകളെ കണ്ടുവിട്ടത്. എവിടെ പോയാലുണ്ട് ഒരു കറുത്തമുണ്ടും പേട്ട ശമ്പളം. റോബിനൊരു ഫോണ്. റോബിനൊരു ഫോൺ പദ്ധതി. മുണ്ട് കൊടുത്ത് ശബരിമലയ്ക്ക് വേണ്ടിക്കുന്ന. ഈ മോഡലിലാണ് വെട്ടത്തിൽ കണ്ടത്. ടെക്കി ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ച്. ടെക്കിക്കാണ് എല്ലാത്തിനും അതിനെ കുറിച്ച് അറിയോ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി. എത്രയാ ബഡ്ജറ്റ്? ഒന്നാണ് അവൻ പറഞ്ഞത്. 50. എഡ്ജ് നീ മേടിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? എന്നാണ് ഉള്ളിൽ കയറി നോക്കുക അവരുടെ കുട്ടാച്ചന് ഒരു പെണ്ണ് എന്ന കോൺഗ്രസ് എറണാകുളത്തുള്ള ഒരു പെണ്ണ്. എവിടെ ചെന്നാലും അവിടെ പോയി മാനേജറുടെ സീറ്റ് ഇരിക്കണം. അതാണ് ഇവന്റെ മോശം. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഒരു 10 മിനിറ്റ് ടൈം കൂടെ എടുക്കും. അവിടെ ഇറങ്ങിയെന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. കാക്കു അഥവാ റോബിൻ അവിടെ ഇറങ്ങിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു 10 മിനിറ്റ് ടൈം കൂടി. ഒരുത്തനെ നമ്മൾ ഡിക്കി കയറ്റി ഇരിക്കാൻ സ്ഥലത്തിന് വേണ്ടി നമ്മൾ ഒരുത്തനെ ഡിക്കി കയറ്റി. അവിടെ ചെക്ക് ഔട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. സോ വെയിറ്റിംഗ് ഫോർ 10 മിനിറ്റ്സ്. 10 മിനിറ്റുള്ളിൽ പോലീസ് പിടിക്കുവാ? എന്തിനാ ഡിക്കി ഇരുത്തിയ പോലീസ് പിടിക്കോ? ഇല്ല, അങ്ങനെയില്ല. ഡിക്കി ഇരുത്തിയ പോലീസ് പിടിക്കൂല. ഈ പോലീസൊക്കെ എന്നാ ഉണ്ടായേ? എത്ര മാസം കഴിഞ്ഞിട്ട് അവനെ കാണുന്നേ? 5 മാസമായി കാണും. ഡിസംബർ ക്രിസ്മസിന് കഴിഞ്ഞ മുമ്പ്. പക്ഷെ നമ്മള് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് കണ്ടത്. 3-4 വർഷം കഴിഞ്ഞിട്ട് 4 വർഷത്തിന്റെ ഗ്യാപ്പില്
അവൻ വരട്ടടാ. നീ എന്നെ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത്? ചേട്ടായിനാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം? മുട്ടായി മുട്ടായിക്ക് വേണ്ടിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്? മുട്ടായി മിഠായി വെറുതെ അല്ല, മുട്ടായിക്ക് വേണ്ടി. കണ്ടിരുന്നു പറഞ്ഞു. എടാ, അവൻ ഗൾഫിൽ നിന്നല്ല വരുന്നത്, അവൻ ആർമി ഉദ്യോഗസ്ഥൻ. അവൻ കാശ്മീരിൽ നിന്നാ വരുന്നത്. അവൻ കാശ്മീരിലെ മഞ്ഞമലകൾക്കുള്ളിൽ കൂടെ നീന്തി തുടിച്ച് കളിക്കുകയായിരുന്നവൻ. അവൻ നല്ല ഓൾഡ് മങ്കൊക്കെ അടിച്ച് ഓ, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അപ്പൊ നമ്മള് പോയിട്ട് വരില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, സ്റ്റിൽ വെയിറ്റിംഗ്. ലാൻഡായി പോലും ഇറങ്ങിയിട്ടില്ല. ഇതുവരെയായിട്ടും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. മഴയായേക്കുന്നുണ്ടേ, വെയിറ്റിംഗ്. ഇവിടെ കുട ഇല്ലാത്തോണ്ട് ഒരാൾ വന്നിട്ട് തിരിച്ചു വന്നിട്ട് വേണം കുട എടുക്കാൻ. അതുകൊണ്ട് താമസിക്കും. നിങ്ങൾ ആരും വ്ളോഗിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചോ. നമുക്കിതിൽ ചിരിക്കാൻ താല്പര്യമില്ല. ചിരിക്കുന്നില്ല. അവൻ വരെ അവൻ എന്താ പറഞ്ഞെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എടി അഡോണ്ട് വേറെ പേരൊന്നുമില്ല, നിക്നെയിം ഒന്നുമില്ല. ഇരട്ട പേരില്ല നിനക്ക്? കാക്കു, വാവാന്ന് പറയുന്ന പോലെ. പിന്നെ നമുക്കൊരു പേരിടണം. ഇവര് തെറ്റാ, ഉറങ്ങാനൊക്കെ തെറ്റാ. ഇപ്പത്തെ പിള്ളേരെയൊക്കെ റിച്ച് അല്ല ശരണ, റിച്ച് ചെല്ലപ്പേരാ. പഴയ പേരുകളൊക്കെ കേക്കണ്ടേ? കൊച്ചാപ്പി, വാവ, ഞണ്ട്, തരിപ്പ്, മൂരി, കഞ്ഞി, എന്തൊക്കെ തരം വെറൈറ്റി. ഇപ്പത്തെ പിള്ളേർക്കൊക്കെ ന്യൂട്ടൻ, നക്കിള്, അതാ പറഞ്ഞത്. എല്ലാം വെറൈറ്റി പേര്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പേര് എന്ത് അലം പേരാണ്. അങ്ങനെ എയർപോർട്ട് റീച്ച്. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചാപ്പിനെ കണ്ടവരുണ്ടോന്ന് ചോദിച്ചതിന് സെക്കൻഡ് പാർട്ട്. കാക്കൂനെ കണ്ടവരുണ്ട്. എനിക്ക് ഇറങ്ങാൻ മതി. എന്നോട് പോയി വിളിക്കാൻ. നീയല്ലേ ഭയങ്കര മോഹിച്ച് ആസ്വദിക്കുന്നു. ബാഗ് മേടിച്ചിട്ട് കണ്ടോടാ. ഇന്നലെ നിന്റെ കാക്കച്ചട്ട വരുന്ന ആടുജീവിതത്തിന്റെ രണ്ടാം ഭാഗം ചെയ്തിട്ട് വരുന്ന. അല്ല, ആടുജീവിതത്തിന്റെ രണ്ടാം ഭാഗം കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൊച്ചാപ്പിയാണ്, സെക്കൻഡ് തിന്നാനൊന്നുമില്ലേ? പട്ടാളത്തിൽ തിന്നാനൊന്നുമില്ലടാ. എങ്ങനെയുണ്ട് ചെക്കൻ ഇൻട്രോ? ഞാൻ ആദ്യം വിചാരിച്ചോണ്ടല്ലോ ആരോ പിച്ചെടുക്കാൻ വന്നാൽ ചില്ലറിയില്ല, ഞാൻ പെട്ടും പോയി. പിന്നെയും മനസ്സിൽ റോബിനാണ്. തിരിച്ചു അങ്ങോട്ട് തിരിയിരിക്കും. നമ്മളങ്ങനെ അവരെ പിക്ക് ചെയ്തിട്ട് പോകുന്നു. പെട്ടിയില്ല. നിന്റെ മുട്ടായിക്ക് വേണ്ടിട്ട് അവൻ വെയിറ്റ് ചെയ്യുന്നത്. മുട്ടായി ഉണ്ടോ? കളരി കിട്ടിയില്ലേ? മഴയുണ്ടോ? ഇതെന്താ ഇത്? ഇത്രയും വലിയ മഴ. നമ്മൾ ഇത്ര നേരം മറ്റേ ഞാൻ മഴ തീർന്നത്. എടാ, അതിന്റെ ഉള്ളിലാണ് വിമാനം വരുന്നത്, പറന്നിറങ്ങുന്നത്. അതാണ് രണ്ട്. എങ്ങനെയുണ്ട് നാട്ടിൽ വന്നതിനുള്ള എക്സ്പീരിയൻസ്? എന്റെ പൊന്നടിയാ, ജീവിതത്തിൽ ആദ്യം ഇപ്പഴാ കാണുന്ന മഞ്ഞയും പച്ചയൊക്കെ കളർ ഉണ്ടെന്ന്. അവിടെ ഒന്നും ഇല്ലായിരുന്നോ? അവിടെ മൊത്തം വെള്ളയായിരുന്നു. പൊന്നോ, മഞ്ഞാടാ ഇപ്പഴാ ഉരുകി തുടങ്ങി. സീനാണ്. ഇപ്പൊ മെൽറ്റായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ മെൽറ്റ് ആയി. ഇനിയിപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേന് ഇപ്പൊ ഒക്ടോബർ തൊട്ട് പിന്നെ തുടങ്ങും, തണുപ്പ് തുടങ്ങും. നീ അങ്ങോട്ട് തന്നെ പോന്നെ? ഞാനടാ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഹൈ ആൾട്ടിറ്റ്യൂഡിലാടാ. സാധനം നമ്മുടെ ജീവിതത്തിൽ ഇന്ത്യൻ ആർമിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്, ജീവിതം ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇപ്പഴാ പഠിച്ചോണ്ടിരിക്കുന്നത്. എന്താവശ്യം നമുക്ക് അവിടെ ഇതില്ലടാ, ഫുഡില്ല. നമുക്ക് ഇവിടുത്തെ നമ്മുടെ വെജിറ്റബിൾ ഒക്കെ ഇല്ലേ, അതൊന്നും കിട്ടൂല അവിടെ. മഞ്ഞ് വീഴ്ച തുടങ്ങി കണ്ടിന്യൂസ് 2 ദിവസം മഞ്ഞ് വീണ ഒരു 10 അടി 12 അടി ഒരു 8 തൊട്ട് 10 വരെ അടി മഞ്ഞ് വീഴും. പിന്നെ ഫുഡ് എടുക്കാൻ പോകാൻ പറ്റില്ല. പിന്നെ നമ്മളുള്ള ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ എന്തെങ്കിലും ചായ ഒക്കെ ഉണ്ടായി മുഞ്ചിക്കൊണ്ടിരുന്നോളുക. അത്രേ ഉള്ളൂ. ഞാൻ 24 മാസം 2 വർഷം ഉണ്ട് ഡോക്ടർ. 2 വർഷം അവിടെ തന്നെ? 4 മാസം 5 മാസം കഴിഞ്ഞു. ലീവ് കഴിഞ്ഞ് 7 മാസം. വെള്ളക്കെട്ടുകളെ പേരിച്ച് മഞ്ഞുമലകളെ പേരിച്ച് ഞാൻ ഇറങ്ങട്ടെ, നീന്തട്ടേടാ. അതിനുള്ള മഴയുണ്ട്.
നിനക്ക് വേണ്ടിയായിരുന്നു അവൻ വെയിറ്റ് ചെയ്തോണ്ട് ഇത്ര നേരം. ചില ജർമ്മൻ ഷെപ്പേഡിനെ കൊണ്ടുവരുന്ന മാതിരി ഇവനെ പുറകിലിട്ട് കൊണ്ടുവന്നത്. അത് ഇങ്ങോട്ട് വന്നപ്പോ അവിടെ കിടന്നു വരണം എന്ന് പറഞ്ഞു. നീ ഇവിടെ ഇരിക്ക, അവിടെ ഇരിക്കുന്ന ഫുഡ് മൊത്തം അവിടെ ലോഡ് ആക്കി അവിടെ സെറ്റ്. 6 മാസത്തേക്കുള്ള സാധനം ഇവിടെ കൊണ്ട് അടുത്ത ഈ വിന്റർ സീസണിലേക്കുള്ള അപ്പൊ നിങ്ങളുടെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള സ്ഥലമാണ്. പിന്നല്ലാതെ റോഡും പരിപാടിയൊന്നുമില്ല. റോഡ് ഉണ്ടാ, പക്ഷെ വണ്ടി ഏറ്റവും എന്നാ കുന്നാന്നറിയോ. ഞാനിപ്പോ ലീവിന് വന്നപ്പോ 10 കിലോമീറ്റർ നടന്ന താഴെ വരും. അതായത് എന്റെ ലഗേജ് മൊത്തം ഞാനങ്ങ് ടോപ്പിലുള്ള വണ്ടിയൊന്നുമില്ല, വണ്ടി കയറൂലടാ, വണ്ടി ലോഡ് കൊണ്ട് പോവില്ല. പിന്നെ കുത്തനെ കയറ്റി ആ നമ്മള് LC ആടാ, അത് ലൈൻ അല്ലടാ ഞങ്ങളുടെ പോസ്റ്റിന് വന്ന LC ആണ്, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയും. അതായത് ഞങ്ങളുടെ ഫെൻസിന്റെ തൊട്ടപ്പുറം പാകിസ്ഥാനാ. അത് C5 വരെ CFE ഉണ്ടാവും. എല്ലാരും കരഞ്ഞ നിലവിളിച്ചൊക്കെയാ പോകുന്നത്. എനിക്ക് നല്ല പൊറോട്ട വേണം. നാളെ കഴിക്കാം. പൊറോട്ടയിൽ നല്ല എഴുതാം, എന്നിട്ട് പൊറോട്ട കൊടുക്കാം. നാളെ കഴിക്കുന്ന നല്ല പൊറോട്ട. ചിരിച്ചു കൊടുത്താലും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആവാൻ വേണ്ടി പോകുന്ന എന്റെ ആ കോമഡി ആയിരിക്കും കേട്ടോ. എന്റെ വയറൊക്കെ ചാടി അടവാൻ വലുതായിട്ടോ. നീ എണ്ണി ഷർട്ട് തിരിച്ചിട്ട കുഞ്ഞ്, അത് ചെളിയായിട്ടിരിക്കും. എല്ലാവർക്കും പൊറോട്ട ചിക്കനും പൊറോട്ടയും. രണ്ടും കൽപ്പിച്ച തന്നെ. ഞാൻ പറയാം. പൊറോട്ട, പൂരി, പത്തല്, മൊയ, താറാവ്, ചില്ലി ചിക്കൻ, പിന്നെ കൂന്തല്. റോബിനെ തീർക്കാനാണോ നീ? റോബിനെ പിഴിഞ്ഞ് റോബിൻ എത്ര 7 മാസങ്ങൾക്ക് ശേഷം ഉണ്ടോ മര്യാദക്ക് ഫുഡ് കാണുന്നതെന്ന് പറഞ്ഞത്. റോബിൻ കഴിക്കട്ടെ, കൊടുത്ത് നമുക്ക് കഴിക്കാലോ. റോബിനൊരു കമ്പനി. റോബിൻ 2 മാസത്തേക്കുണ്ടെന്ന് പറഞ്ഞ. റോബിന് 2 മാസത്തേക്ക് കട്ടയ്ക്ക് കൂടെ ഞാനുണ്ട്. റോബിനെ ഒരു 10 വർഷത്തേക്ക് അവൻ ലീവിന് വരില്ല. ആ രീതിയിൽ അപ്പൊ എന്തായാലും റോബിന്റെ ശരീരം ശരിയായില്ലെങ്കിലും ഇവന്റെ ശരീരം എന്തായാലും ശരിയാവും. ഇത് കൂടുതൽ വണ്ണം വെച്ച അഭി മോനാണ്. മറ്റേ ആടിന്റെ തോല് മേടിച്ച് ചുറ്റത്തില്ലായിരുന്നു തണുക്കാണ്ടിരിക്കാൻ. കൊട്ട കെട്ടി തൂക്കിയിട്ടുണ്ട്. എടാ ഇവന്റെ ഡ്രസ് ഒന്ന് മാറ്റി കൊടുത്തേ. ഞാൻ പറഞ്ഞ തിരിച്ചേടാ. ഇന്ന് തിരിച്ചിടില്ല. ഇന്ന് രാത്രി ഞാൻ നാളെ റോസ്മേരി കാണാൻ വേണ്ടി റോസ് എടുത്തിട്ടുണ്ടാവും പോവും. അടണേ ഉറക്കം വരുന്നുണ്ടോടാ? ഉറക്കം വരുന്നുണ്ടോ? ഒരു സീറ്റ് കൂടി ഇടാൻ സ്ഥലമുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? പറ. ഇല്ല. ആരും മൈൻഡാക്കിയില്ല. ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഉറക്കം വരുന്നുണ്ട്, ഉറക്കത്തിന് കൂടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി കസാര ഇടുന്ന കാര്യം ആരും മൈൻഡാക്കിയില്ല. ഇവന്റെ ചിന്താഗതിയല്ലേ, പെൺപിള്ളേരെ കണ്ടെടുത്താ കണ്ടുകൂടാ, പെൺപിള്ളേരെ ആദ്യം ബസ്സിനെ കയറ്റിവിടാൻ പാടില്ല. പക്ഷെ റോസ്മേരി ലൈനുണ്ട്. നോക്ക് റോസ് കളർ ഇഷ്ടപ്പെട്ട കളർ ഇട്ടോണ്ടേ നടക്കുള്ളൂ. ഈ ബനിയൻ ഇപ്പൊ മാറാറില്ലടാ. ഇവന് ഇഷ്ടപ്പെട്ട അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഇട്ടേ. റോസ്മേരിന്നൊക്കെ ടാറ്റു അടിക്കാൻ പോകുന്നത് അത് സ്വന്തം ലൈഫിൽ നിന്ന് എടുത്ത എക്സ്പീരിയൻസ് അത് കേട്ടോ. കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ആ പേര് ഞാൻ ഒച്ച പറയില്ല. ഒച്ച പേരിട്ടിട്ടുണ്ടെങ്കിൽ ഇവന്മാര് ട്യൂ എന്നുള്ള സൗണ്ട് ഇടുകയുള്ളൂ. ശരണ പേര് നീ തന്നെ പറ. ഇല്ല, കുറച്ചും റോബി നോക്കിയായിരുന്നു. പറയില്ല, തുപ്പി കാണിക്കാം. ഇവിടുന്ന് തുപ്പാൻ വേണ്ട, കണ്ണൂർ വരെ തുപ്പാൻ വേണ്ട വരും. ഇവിടെ നിന്ന് തുപ്പ അവിടെ വരെ എത്തുമില്ല. എന്താ മതി കഴിച്ചോ? പേര് നാളെ ചോദിക്കാൻ പാടില്ല. എന്താ ചോദിക്കുന്നത്? എല്ലാം ഉണ്ട്. മൈത്തിലൊക്കെ കഴിക്കാൻ കേട്ടോ.
ഗുഡ് ബൈ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക. നമ്മൾ ഫുഡ് കഴിച്ചു വെച്ചിരിക്കുന്നു. ബിൽ പേ ചെയ്യാൻ നിൽക്കുന്നു. ചേട്ടനോട് ആർമി ജീവിതം വിവരിച്ചിട്ട് വിവരിച്ചു കൊടുക്കുക.